ചില സിനിമകളും ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് അത് കുറച്ച് പേർക്ക് റെക്കമെൻഡ് ചെയ്ത് അവർക്കും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഫീലാണല്ലോ കിട്ടുന്നത്. അവരത് നമ്മളോട് നല്ലതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും. സോ അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളിത് ഈ പോയ വർക്കല ട്രിപ്പ്. അപ്പോൾ നമ്മളിത് ഓഫീസിൽ നിന്നാണ് പോയത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ ഓഫീസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ അതെനിക്ക് വീണ്ടും ഒന്നുകൂടി പറയാൻ തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേനും നമ്മളെല്ലാവരും പറയും ഒരിക്കലും അവിടെ ഫ്രണ്ട്ഷിപ്പ് പാടില്ല, അല്ലെങ്കിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് പാടില്ല എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഒരു 4 വർഷത്തിനടുത്തായി അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ നമ്മൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ്. നമ്മുടെ എല്ലാ പേഴ്സണൽ ഇഷ്യൂസും അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ചെറിയൊരു വീഴ്ച വന്നാൽ തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ബിസിനസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഹാപ്പി ആക്കാനായിട്ട് ഒരുപാട് പേരുണ്ട് അവിടെ. അതൊക്കെ കൊണ്ടായിരിക്കാം ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ടും മാറണം എന്നൊക്കെ ചിന്തിച്ചിട്ടും മാറാൻ പറ്റാതിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായി പോകും. കാരണം വേറൊന്നുമല്ല, ഇപ്പം നമ്മൾ നോർമലി പറയും ഗേൾസ് തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, അവർ ഭയങ്കര കുറ്റം പറച്ചിലും ആളെ വളരെ സമ്മതിക്കില്ലെന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ നന്നായിട്ട് നടക്കാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതല്ല നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും കാര്യങ്ങളൊക്കെ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുഖത്ത് നോക്കി പറയും. പക്ഷെ വേറെ ഒരാൾ പുറത്തുനിന്ന് നമ്മളെ ഒന്നും പറയാനോ ചെയ്യാനോ ആരും ഇവിടെ സമ്മതിക്കത്തില്ല. ഈവൻ ബോയ്സ് ആണെങ്കിൽ കൂടി നമുക്ക് ഭയങ്കര കെയറും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു ഫാമിലി ഫീലാണ്. നമുക്ക് എപ്പോൾ ഏത് രാത്രി വേണമെങ്കിലും നമുക്ക് അവരെ വിളിക്കാം. അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ പറയാനുണ്ട്. കാരണം ഇത് ഞാൻ പറയുമ്പോഴത്തേന് കുറേ പേർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കുറേ പേര് പറയും അങ്ങനത്തെ കമ്പനി ഒന്നും പാടില്ല നമ്മൾ വർക്ക് സ്പേസിലെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് അങ്ങനത്തെ കമ്പനീസ് വേണം. കാരണം നമുക്ക് ജോലിക്ക് പോകാനുള്ള ഏക മോട്ടിവേഷൻ സത്യം പറഞ്ഞാൽ ഇവരാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വിഷമമായിട്ടാണ് പോകുന്നതെങ്കിൽ തന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ മറക്കുന്നതും. ഇത് എൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ, ഞങ്ങളുടെ ഉള്ള എല്ലാവരുടെയും കാര്യങ്ങളാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഇതുപോലെ ഓഫീസ് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു മടിയില്ലാണ്ട് വിളിക്കാൻ പറ്റിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇത് അവർക്ക് ടാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.